പ്രിയമുള്ളവരെ, ഉബൈദുള്ളയാണ്. ഈയിടെയായിട്ട് കേൾക്കുന്ന വാർത്തയൊട്ടും സുഖകരമല്ല. കാണുന്ന വാർത്തയൊന്നും നല്ലതല്ല. തൊണ്ടയിടറാതെ, ചങ്ക് പൊട്ടാതെ, നെഞ്ചു പിടക്കാതെ ഒരു വാർത്തയും കാണാൻ നമുക്ക് പറ്റുന്നില്ല എന്നതാണ് വാസ്തവം. അത്രയും ഭീകരമായ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത വാർത്ത നമ്മുടെ മക്കളെ കുറിച്ചായിരിക്കും, നമ്മളെ കുറിച്ചായിരിക്കും, നമ്മളെ കുടുംബത്തെ കുറിച്ചായിരിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമതായിട്ട് നമ്മുടെ മക്കളെ അറിഞ്ഞിരിക്കുക എന്നതാണ്. നമ്മുടെ മക്കളെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് ഓരോ മാതാപിതാക്കളും ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം നമ്മുടെ മക്കളുടെ കൂട്ടുകാരെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. എൻ്റെ മക്കൾ കൂട്ടുകൂടുന്നത് ആരോടാണ്, അവരുടെ സ്വഭാവം എന്താണെന്ന് ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കിയിരിക്കണം. ഇല്ല എങ്കിൽ എത്ര സ്നേഹിച്ച് പോറ്റി വളർത്തിയ എത്ര നല്ല കുട്ടിയാണെങ്കിൽ പോലും ആ കൂട്ടുകെട്ടിൽ പെട്ടിട്ട് നമ്മുടെ മക്കളും സമൂഹത്തിന് വെറുക്കപ്പെടുന്ന മക്കളായി മാറും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് വ്യക്തമായ ഉദാഹരണമാണ് ഈയിടെയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അതോടൊപ്പം എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, കാണുന്നുണ്ടോ നിങ്ങൾ? നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ ചങ്ക് തകർക്കുന്ന രൂപത്തില് പ്രിയപ്പെട്ട പൊന്നുമോൻ പ്രാണനെറ്റി കിടക്കുന്ന രംഗമാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ ആർത്തട്ടഹസിക്കുന്നത് അവന്റെ കൂട്ടുകാരാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? നിങ്ങളെ പോലെയുള്ള ചില വിദ്യാർത്ഥികള് അവരുടെ ചില ആവേശ പ്രകടനത്തിന് നഷ്ടപ്പെട്ടു പോയ ജീവനാണത്. ഓരോ സ്കൂളിലും നോക്കിയാൽ ഇതാണ്. പരസ്പരം സ്നേഹിച്ച് സൗഹൃദം സ്ഥാപിച്ച് ജീവിക്കേണ്ട ഈ പ്രായത്തില് തമ്മിലടിക്കുകയാണ്. ഈഗോ പ്രശ്നമാണ് മുഖ്യമായിട്ടും കാരണം. പല സ്ഥലങ്ങളും അടിയാണല്ലോ അവർ കാണുന്നത്. ഡയലോഗ് മുഴുവൻ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നേരിട്ട് കാണുന്നു, കൂട്ടയടി അടിക്കുന്നു. ഈ കൂട്ടമായിട്ട് അടിക്കുന്ന ഓരോ അടിയും എവിടെയാണ് കൊള്ളുന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. മർമ്മത്തിന് കൊണ്ടാൽ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തില് ആ അടിക്കൊള്ളപ്പെട്ട ആ പൊന്നുമോന് ജീവൻ നഷ്ടപ്പെടും. നെഞ്ചക്ക് ഉപയോഗിച്ചിട്ട് അടിച്ചിട്ടാണ് ഈ പൊന്നുമോൻ ദാരുണമായിട്ട് നമ്മോട് വിട പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ നെഞ്ചക്ക്? ഈ കുട്ടികൾ എന്തിനു കൊണ്ടു നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മളെ നുള്ളിയാൽ വേദനയുണ്ട്, നമ്മൾ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ നമുക്ക് വേദനയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പോലെ തന്നെ മജ്ജയും മാംസവും രക്തവും മനസ്സുമുള്ള മനുഷ്യ മക്കളാണ് നമ്മുടെ കൂട്ടുകാരെന്ന് ഓരോ മക്കളും ഓർക്കണം. അതോടൊപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇത്തരം പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പെട്ടുപോയാൽ ഓർത്തു നോക്കണം. ഇത്തരം പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ആവേശത്തിൽ ഇറങ്ങി തിരിച്ചാൽ സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങേണ്ട നിങ്ങൾ ജുവനൈൽ ഹോമിൽ ചെന്ന് അന്തി ഉറങ്ങേണ്ടി വരും. സ്വന്തം മാതാവ് സുഭിക്ഷമായിട്ട് ഉണ്ടാക്കി തന്ന ഭക്ഷണം കഴിച്ച് വളർന്ന നമ്മൾ ആ ജുവനൈൽ ഹോമിൽ കിട്ടുന്നത് കഴിക്കേണ്ടി വരും. സ്വന്തം മാതാപിതാക്കളുടെ സ്നേഹലാളനയിൽ വളർന്ന നമ്മള് അവിടെയുള്ള ഏമാന്മാരുടെ പഴി കേട്ട് ജീവിക്കേണ്ടി വരും. എന്തിനേറെ പറയുന്നു, സമൂഹത്തിന് വെറുക്കപ്പെട്ട മക്കളായി മാറും നമ്മൾ, കുടുംബത്തിന് വെറുക്കപ്പെട്ട മക്കളായി മാറും നമ്മൾ. എന്തിനേറെ പറയുന്നു, ജന്മം നൽകിയ മാതാപിതാക്കൾ പോലും നമ്മൾ വെറുക്കപ്പെടുമെന്നൊരു സത്യം ഓരോ മക്കളും ഓർക്കേണ്ടതുണ്ട്. അതിന് വ്യക്തമായ ഉദാഹരണമാണ് ആ പിടിക്കപ്പെട്ട ആ വിദ്യാർത്ഥികളെ ആ സ്ഥാപനത്തിൽ വെച്ചിട്ട് തന്നെ പരീക്ഷ എഴുതിപ്പിക്കണമെന്ന് വാർത്ത വന്നപ്പോൾ ആരൊക്കെയോ ചെന്ന് വിദ്യാഭ്യാസ ഓഫീസിൽ പരാതി കൊടുത്തു. മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ വെച്ച് ഈ ക്രിമിനലുകളെ പരീക്ഷ എഴുതിപ്പിക്കാൻ പാടില്ല എന്ന്. എങ്ങനെയുണ്ട്? സ്വന്തം ഒരു വർഷത്തോളം 10ാം ക്ലാസ്സിൽ ഒപ്പം ഇരുന്ന് പഠിച്ച കുട്ടികളുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഈ ക്രിമിനലുകൾ പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് ഒരു പരാതി ചെന്നു എങ്കിൽ നിങ്ങൾ ആരായി? വിദ്യാർത്ഥി എന്ന ലേബൽ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് ഇപ്പൊ ലേബൽ മാറി. ക്രിമിനൽ, അക്രമി, കൊലയാളി എന്ന പേരിലാണ് ഇപ്പൊ ആ മക്കൾ അറിയപ്പെടുന്നത്. അതുപോലെ നിങ്ങളുടെ പേര് മാറണ്ട എന്നുണ്ടെങ്കിൽ ഓർത്തോളൂ മക്കളെ, പഠിക്കേണ്ട സമയത്ത് നിങ്ങൾ പഠിച്ചോളൂ, ഭാവി സുരക്ഷിതമാക്കാം. ഞങ്ങൾക്കൊക്കെ നഷ്ടപ്പെട്ടു പോയി. നമ്മുടെയൊക്കെ ജീവിതം, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം എന്ന് പറയുന്നത് ഏതറിയോ? നിങ്ങൾ ഇപ്പോഴുള്ള കാലഘട്ടമാണ്, പഠിക്കുന്ന ഈ പ്രായമാണ്.
കൂട്ടുകാരുമൊത്ത് സൗഹൃദം സ്ഥാപിച്ച് സന്തോഷകരമായിട്ട് ജീവിക്കേണ്ട ഈ സുന്ദരമായ കാലഘട്ടത്തിൽ നിങ്ങൾ ഈഗോ മനസ്സിൽ വെച്ചിട്ട് പരസ്പരം പകവെച്ചിട്ട് തമ്മിലടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോ മക്കളെ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഭാവിയാണ്. ഈ ജുവൈൽ ഹോമിൽ റിമാൻഡ് ചെയ്യപ്പെട്ട ഈ 5-6 മക്കളുടെ ഒരു ഭാവി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മരിക്കുവോളം അവർക്ക് ഈ ക്രിമിനൽ കൊലയാളി എന്ന പേര് അവരിൽ നിന്ന് വിട്ടു പോകുന്നില്ല. അതോടൊപ്പം ഇനിയിപ്പോ എത്ര സ്വാധീനം ചെലുത്തി ജാമ്യം കിട്ടിയാൽ പോലും, കേസ് തള്ളിപ്പോയാൽ പോലും സമൂഹം നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് പേര് വെച്ചിട്ടുണ്ട് ക്രിമിനൽ, കൊലയാളി എന്ന്. മരിക്കുവോളം ആ പേര് ഒരിക്കലും മായിഞ്ഞു പോവില്ല മക്കളെ. ഈ ഒരു കുറ്റബോധം പേറി എന്തിനേറെ പറയുന്നു, നമ്മുടെ ഒരു കയ്യബദ്ധം കൊണ്ട്, നമ്മുടെ ചില പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ചില അക്രമം കൊണ്ട് കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയ പൊന്നുമോന്റെ ആ മുഖമോർത്ത് നമ്മൾ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും. ഒരു ആവേശത്തിൽ ചെല്ലുന്ന, അല്ലെങ്കിൽ ഒരു ദേഷ്യം വരുമ്പോ നമ്മിൽ നിന്നുണ്ടാവുന്ന ചില പ്രവൃത്തികളുണ്ടല്ലോ, അത് കേവലം 4 മിനിറ്റ് കൊണ്ട് ആ ദേഷ്യം അടങ്ങും. അപ്പോഴേക്കും നമ്മുടെ ചില കൈകള്, ചില ആയുധങ്ങള്, ചില പ്രഹരങ്ങള് ആ ഏൽക്കപ്പെട്ട കുട്ടി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല, സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. ആയതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളും ചിന്തിച്ചോളൂ. ഞാൻ ഓരോ ക്യാമ്പിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോ മക്കളോട് പറയുന്നൊരു വാക്കുണ്ട്, ഒരു ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ട് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ചില പ്രവൃത്തി, ചില അക്രമം, ചില മർദ്ദനം, ചില കയ്യബദ്ധം മതി നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ. ആ ഒരു സത്യം ഓരോ മക്കളും ഓർത്തില്ല എങ്കിൽ പിന്നീട് ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും. ഇത് ഞാൻ എൻ്റെ ഓരോ ക്ലാസ്സിലും ഓരോ മക്കളുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു സത്യമാണ്. ഇത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മക്കൾ കേട്ടില്ല എങ്കിൽ, ഇത് കേട്ടിട്ടെങ്കിലും നിങ്ങൾ ചിന്തിച്ചില്ല എങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഒരിക്കലും വിട്ടുമാറാത്ത പ്രയാസം നിങ്ങൾ തേടി വരും. എന്തിനേറെ പറയുന്ന ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് നിങ്ങൾ ബാധ്യതയായി മാറും, നാട്ടുകാർ വെറുക്കപ്പെട്ട മകനായി മാറും. അങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം? എങ്ങനെ സമൂഹത്തിൽ ജീവിക്കും? നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും ഇത്തരം പ്രവർത്തിക്ക് ഇറങ്ങുന്ന മക്കളുണ്ടെങ്കിൽ പാഠം പഠിച്ചുള്ളൂ. പാഠം പഠിച്ചിട്ട് പാഠപുസ്തകം നോക്കിയിട്ട് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഓരോ മക്കളും ശ്രദ്ധിക്കണമെന്ന്, ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.